മറ്റൊരു നിർണായകമായ വാർത്തയിലേക്ക് കൂടി ശ്രീലങ്കൻ യുവതി സന്നിധാനത്ത് കയറിയതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. ഗുരുസ്വാമിയോടൊപ്പമാണ് യുവതി സന്നിധാനത്ത് എത്തിയത്. പീപ്പിൾ ന്യൂസ് ഇന്നലെ പുറത്തുവിട്ട വാർത്ത ശരിവെക്കുന്നതാണ് ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. ശ്രീലങ്കൻ സ്വദേശിയായ യുവതി സന്നിധാനത്ത് എത്തിയതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവി സ്ഥിരീകരിക്കുകയാണ്. ഇന്നലെ പീപ്പിൾ ടിവി ഈ വാർത്ത പുറത്തുവിട്ടതാണ്. ഇപ്പോൾ ആ വാർത്തയുടെ വ്യക്തതയുള്ള സ്ഥിരീകരണം കൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. ഗുരുസ്വാമിയോടൊപ്പമാണ് അവർ സന്നിധാനത്തെത്തിയത്. വളരെ ശാന്തമായി സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഒരു അക്രമ സംഭവവും ഇത്ര തിരക്കിനിടയിലും ഉണ്ടായിട്ടില്ല എന്നത് ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും ആസൂത്രിതമായി ആക്രമണം നടത്തുന്ന സംഘങ്ങൾ സന്നിധാനത്തോ പമ്പയിലോ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെയാണ് വളരെ സുഗമമായി അവർക്ക് ദർശനം നടത്തി മടങ്ങാൻ കഴിഞ്ഞത്. നേരത്തെ ബിന്ദുവും കനകദുർഗയും എത്തിയപ്പോഴും ഇതുപോലെ യാതൊരുവിധ സംഘർഷങ്ങളോ പ്രതിഷേധങ്ങളോ തിരക്കുള്ള ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വളരെ പ്രസക്തമായ ഒരു വാർത്തയാണ്. ഈ ഘട്ടത്തിൽ ഷീജ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷീജ, ഇതിന്റെ സ്ഥിരീകരണങ്ങളും ദൃശ്യങ്ങളും നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതിന്റെ സമഗ്രമായ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ആനന്ദ്, കഴിഞ്ഞ ദിവസം രാത്രി 11:30 നമ്മൾ ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. അതിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ രീതിയിൽ ശ്രീലങ്കൻ സ്വദേശിയായിട്ടുള്ള ശശികല 47 വയസ്സാണ് ഇവർക്ക്. ഇവർ കുടുംബസമേതമായിരുന്നു ശബരിമലയിൽ എത്തിയത്. അവരുടെ ഭർത്താവ്, കുട്ടി, ഇവർ മൂന്ന് പേരുമായിട്ടാണ് എത്തിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അവരുടെ ഭർത്താവ്. എന്നാൽ നമ്മൾക്ക് മറ്റൊരു ദൃശ്യത്തിൽ അവർ ശ്രീകോവിലിന് സമീപത്തൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതിൽ അവർക്കൊപ്പമുള്ളത് ഗുരുസ്വാമിയാണ്. ഈ രീതിയിൽ അവർ കഴിഞ്ഞ ദിവസം രാത്രി 10:46 നമുക്കതിന്റെ ടൈം കോഡ് ശ്രദ്ധിച്ചാൽ അറിയാം. ആ ദൃശ്യങ്ങളിലെ ടൈം കോഡിൽ അതിന്റെ സമയം വ്യക്തമായി പറയുന്നുണ്ട്. 10:46 ഈ ശശികലയ്ക്കൊപ്പം അവർ ഉള്ളത് ഗുരുസ്വാമിയാണ്. അവർക്കൊപ്പം ആ ശ്രീകോവിലിന്റെ സമീപത്തൂടെ തന്നെയാണ് നടന്നു പോകുന്നത്. നമുക്കറിയാം, വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം കനകദുർഗയും ഒപ്പം തന്നെ ബിന്ദുവും ഈ രീതിയിൽ പുലർച്ചെ അവിടെ ദർശനം നടത്തി മടങ്ങിയപ്പോൾ അതിനുശേഷമായി സംഘപരിവാർ സംഘടനകൾ, BJP സംഘപരിവാർ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി അഴിച്ചുവിട്ടത്. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശശികലയും കുടുംബവും ഇവിടെ ക്ഷേത്ര ദർശനത്തിന് എത്തി ശശികല അയ്യപ്പ ദർശനം നടത്തി അവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത്. പക്ഷേ അവർ അവിടെ ദർശനം നടത്താതെ മടങ്ങി എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അവർ താഴേക്കിറങ്ങിയപ്പോൾ പമ്പയിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. പക്ഷേ അത് സുരക്ഷാ ഭീഷണി, അവരുടെ ജീവന് സുരക്ഷാ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ആ രീതിയിൽ ഒരു പ്രതികരണം അവർ നടത്തിയത് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം അത്തരത്തിൽ താൻ ദർശനം നടത്തിയാണ് താഴേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അവർക്കെതിരെ ഉണ്ടാകും എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. കാരണം പോലീസിനും നമുക്കറിയാം, താഴെ വലിയ തോതിൽ അക്രമി സംഘങ്ങൾ പല ഭാഗത്തായി കേന്ദ്രീകരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ താൻ ദർശനം നടത്താൻ സാധിച്ചില്ല, 18ാം പടിക്ക് സമീപത്തെത്തി അവിടെ നിന്നും തിരികെ മടങ്ങുകയായിരുന്നു എന്ന് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നൽകുന്ന ദൃശ്യങ്ങൾ അവർ ശബരിമല ദർശനം നടത്തി തന്നെയാണ് മടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം ശ്രീകോവിലിന് സമീപത്ത് നിന്നുള്ള, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ഇടത് ഭാഗത്തായി കാണാൻ സാധിക്കും, ശ്രീകോവിൽ ലെഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഭാഗത്തുള്ള ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്, CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് വ്യക്തമാണ്. കനകദുർഗയ്ക്കും ബിന്ദുവിനും ശേഷം 50 വയസ്സിന് താഴെയുള്ള ഒരു യുവതി കൂടി ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നു. അത് ശ്രീലങ്കൻ സ്വദേശിയായിട്ടുള്ള ശശികലയാണ് ഈ രീതിയിൽ ദർശനം നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ആനന്ദ്, ഷീജ, വളരെ പ്രസക്തമായി ഈ വാർത്തയുടെ സുപ്രധാനമായ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ബിന്ദുവും കനകദുർഗയും എത്തുമ്പോഴായാലും ഇപ്പോൾ ശ്രീലങ്കൻ സ്വദേശിയായ യുവതി ശശികല സന്നിധാനത്തെത്തുമ്പോഴും വലിയ
തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷെ ഒരാൾ പോലും ഇവരുടെ പ്രായം അന്വേഷിക്കുകയോ ഇവരെ തടഞ്ഞു നിർത്തുകയോ ഇവരുടെ വിശദാംശങ്ങൾ ചോദിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാവരും വ്യക്തിപരമായി അയ്യപ്പ ദർശനം ആഗ്രഹിച്ചെത്തുന്നവരാണ്. അവർ ആ കാര്യത്തിൽ മുഴുകിയിരിക്കുന്നുമുണ്ട്. ഒരു പ്രതിഷേധവും സന്നിധാനത്ത് ഉണ്ടാകുന്നില്ല എന്നത് വളരെ പ്രസക്തമാണ്. സ്വാഭാവികമായും അക്രമി സംഘങ്ങൾ ഒന്നും ഇവിടെ തമ്പടിക്കുന്നതിന് വേണ്ടിയോ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിവരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ സുഗമമായ ദർശനം നടക്കുന്നത് എന്ന് തന്നെ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നില്ലേ? തീർച്ചയായും ആനന്ദ്, അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് ആ സമയത്ത് അനുഭവപ്പെടുന്നത്. നമുക്കറിയാം പ്രത്യേകിച്ചും 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതായിരിക്കും. അതിന് തൊട്ടു മുൻപായിട്ടാണ് അവർ ദർശനം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതിന് തൊട്ടു മുമ്പുള്ള ആ ഒരു വലിയ തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെടുന്നത്. ആരും ആ രീതിയിൽ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിഞ്ഞിട്ട് പോലും ആരും അങ്ങനെ ഒരു പ്രതിഷേധത്തിന് മുതിർന്നിട്ടില്ല. അവിടെ എത്തി അവർ ദർശനം നടത്തി അവിടെ നിന്നും സുരക്ഷിതമായി തന്നെയാണ് താഴേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ താഴേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലായിരുന്നു ചിലർ ഈ ഒരു അക്രമി സംഘത്തിന്റെ കണ്ണിൽ ഇവർ പെടുന്നത്. തുടർന്നായിരുന്നു വലിയൊരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പോലീസിനും അറിയാവുന്ന കാര്യം തന്നെയാണ്. മഫ്തി പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇവർ അവിടെ സന്നിധാനത്തെത്തി ഈ രീതിയിൽ ദർശനം നടത്തി അവിടെ നിന്നും ഇറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം രാത്രി 11:30 വരുമ്പോൾ തന്നെ പിന്നീട് സ്ത്രീകളെ ആ സമയത്ത് എവിടെയാണ് ശ്രീകല എന്നുള്ളത് സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഭർത്താവും കുട്ടിയും അവിടെ പമ്പ പോലീസ് ഏരിയയിൽ ഉണ്ടായിരുന്നു. അവർ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ കുറെ നേരം അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒക്കെ ഏകദേശം പുലർച്ചയോട് കൂടിയാണ് അവർ താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണ് അവർ മാധ്യമങ്ങളോട് പറയുന്നത് താൻ 18ാം പടിക്ക് സമീപം വരെ എത്തി, പക്ഷേ ദർശനം നടത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇത് തീർച്ചയായും അവരുടെ സുരക്ഷ മുൻനിർത്തിയുള്ള ഒരു മറുപടി തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ദൃശ്യങ്ങളിൽ കൃത്യമായ സമയം സഹിതം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യം 10:46 അവർ അവിടെ ശ്രീകോവിലിന് സമീപത്ത് കൂടി ദർശനം നടത്താനായി എത്തിച്ചേരുന്നത്. അതിനുശേഷം അവർ എത്തുന്നത് ഗുരുസ്വാമിക്കൊപ്പമാണ് ആ രീതിയിൽ എത്തുന്നത്. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതിനുശേഷം അവർ ദർശനം നടത്തുന്നു. ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് അവർ ദർശനം നടത്തി അവിടെ നിന്നും 11 മണിയോടുകൂടിയാണ് താഴേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. തീർച്ചയായും ഷീജ സൂചിപ്പിച്ചതുപോലെ സന്നിധാനത്തെ 19ാം നമ്പർ ക്യാമറ, ആ ക്യാമറയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ കൃത്യമായി ഷീജ സൂചിപ്പിച്ചതുപോലെ ഹരിവരാസനം പാടി നടയടക്കുന്നതിന് മുൻപ്, അതായത് 10:45 അവർ സന്നിധാനത്ത് എത്തിയത് എന്നും സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ഇവർ ശ്രീലങ്കൻ സ്വദേശിയാണോ, ഇവർ മടങ്ങിപ്പോയിട്ടുണ്ടോ? ഏതായാലും ഇവർ വ്രതം നോറ്റ് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി എത്തിയ തികഞ്ഞ വിശ്വാസി തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കൂടിയും ഈ വാർത്തയുടെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. വളരെ സുഗമമായി ഇവർ ദർശനം നടത്തി ഇറങ്ങുകയായിരുന്നു. പക്ഷേ വല്ലാതെ സംഘപരിവാർ പ്രവർത്തകരെ ഭയന്നിരുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാവണം അവർ ആ രീതിയിൽ, ഷീജ ഇപ്പോൾ സൂചിപ്പിച്ച രീതിയിൽ പ്രതികരിച്ചത് എന്നും മനസ്സിലാക്കാമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആനന്ദ്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അവർ വലിയൊരു തിരക്കിനിടയിൽ കൂടി തന്നെയാണ് ഈ രീതിയിൽ അവിടെ ദർശനത്തിന് വേണ്ടി ശ്രീകോവിലിന് സമീപത്ത് കൂടി നടന്നു വരുന്നത്. അവിടെ ആരും തന്നെ ആ രീതിയിൽ അവർക്കെതിരെ പ്രതിഷേധിക്കാൻ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല. എല്ലാവരും ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും ദർശനം നടത്തേണ്ടതാണ്. ദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഭക്തർ എല്ലാവരും നടന്നു നീങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും സന്നിധാനത്ത് ഇവർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. കാരണം അത് ദൃശ്യങ്ങൾ തന്നെ എടുത്തു പറയുന്നുണ്ട്. കാരണം അവിടെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകുന്നില്ല. അവർക്ക് സമീപത്തുകൂടി നിരവധി ഭക്തരാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായി ആ ശ്രീകോവിലിന് സമീപത്തുകൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും തന്നെ അവരെ അവിടെ ഉള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷെ ആ രീതിയിൽ ഒരു പ്രതിഷേധ സ്വരം ആരുടെയും ഭാഗത്ത് നിന്നും ഉയർന്നിട്ടില്ല. ഇത് തന്നെയായിരുന്നു, സമാന സാഹചര്യം തന്നെയായിരുന്നു കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ എത്തിയപ്പോഴും ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ ജനുവരി 2 ഈ രീതിയിൽ കനകദുർഗയും ബിന്ദുവും ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചരിത്രം രചിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശ്രീലങ്കൻ സ്വദേശിയായിട്ടുള്ള ശ്രീകല, 47 വയസ്സാണ് ഇവർക്കുള്ളത്. ഇവർ ഭർത്താവും കുട്ടിയും ഒപ്പം ആണ് ഇവിടെ ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത്. അവർ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് താൻ കൃത്യമായി വ്രതമെടുത്ത് തന്നെയാണ് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് എന്ന് തന്നെയായിരുന്നു അവർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഏതായാലും അവർ അയ്യപ്പ ദർശനം നടത്തി തന്നെയാണ് ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്.
അതായത് ശശികല എങ്ങനെയാണ് ശശികലയുടെ യാത്രയൊക്കെ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ? പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറുകയായിരുന്നോ? അവർ തിരികെ ശ്രീലങ്കയിലേക്ക് മടങ്ങിയിട്ടുണ്ടോ? മറ്റ് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭീഷണികളോ ഈ വാർത്തയുടെ സ്ഥിരീകരണമോ ഒരുപക്ഷെ സംഘപരിവാർ പ്രവർത്തകർ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാകണം. ആ നിലയിലുള്ള ഏതെങ്കിലും പ്രതികരണങ്ങളോ വാർത്തകളോ ഇപ്പോൾ ലഭ്യമാണോ? തീർച്ചയായും അവർ ഈ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അവിടേക്ക് എത്തിച്ചേർന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് അവർ ഏകദേശം 9:30 കഴിഞ്ഞ ദിവസം രാത്രി 9:30 സന്നിധാനത്തേക്കുള്ള ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ സഹായത്തോടെ തന്നെയാണ് അവർ അങ്ങോട്ടേക്ക്, പോലീസ് അവർക്ക് സുരക്ഷ ഒരുക്കിയിരുന്നു. പോലീസിനോട് അവർ സുരക്ഷ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ആ രീതിയിൽ സുരക്ഷ ഒരുക്കി തന്നെയാണ് സന്നിധാനത്തേക്ക് അവർ എത്തുന്നത്. കൃത്യം 11 മണിക്ക് അവർ പൂർണ്ണമായും ദർശനം നടത്തി അവിടെ നിന്നും താഴേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം കുറെ സമയത്തേക്ക് ഒരു വിവരവും ശശികലയെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. കാരണം ഈ രീതിയിൽ ശശികല ഇത്തരത്തിലൊരു ശ്രീലങ്കൻ യുവതി അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അപ്പോഴായിരുന്നു പുറം ലോകം അറിഞ്ഞത്. അതേ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ പറയുന്ന BJP സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്നും അവിടെ അവർ നിയോഗിച്ചിരുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നും ഉയർന്നിരുന്നു. പക്ഷേ സന്നിധാനം തീർത്തും ശാന്തമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ താഴെ ഇറങ്ങുമ്പോൾ ഉണ്ടാകും എന്നുള്ളത് കണക്കിലെടുത്ത് തന്നെയാണ് പോലീസ് അവരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് അവർ പുലർച്ചയോടുകൂടി താഴേക്ക് ഇറങ്ങുന്നത്. പമ്പയിൽ നിന്നും അവർ മാധ്യമങ്ങളെ കാണുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അവരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് അവർ ദർശനം നടത്തിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. അത് കാരണം അവർക്ക് ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട്, അവരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ആരും മുതിർന്നില്ല. കാരണം അവർ ദർശനം നടത്തിയില്ല എന്നുള്ളത് ആണ് അവർ വ്യക്തമാക്കിയിരുന്നത്. തുടർന്ന് അവിടെ നിന്നും അവർ മടങ്ങുകയായിരുന്നു. ഇപ്പോൾ അവർ സുരക്ഷിതമായി സ്വന്തം ശ്രീലങ്കയിലേക്ക് പോകാനായുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആനന്ദ്, ഷീജ തുടരുക. ഈ ഘട്ടത്തിൽ ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ് കൂടി ചേരുകയാണ്. ജേക്കബ് ജോർജ്, ആദ്യഘട്ടത്തിൽ താങ്കളോട് ഞങ്ങൾ പ്രതികരണം ആവശ്യപ്പെടുന്നത് കനകദുർഗയും ബിന്ദുവും സന്നിധാനത്ത് എത്തുമ്പോഴാണ്. സ്ഥിരീകരിക്കാത്ത സമയത്താണ് താങ്കളോട് ആദ്യഘട്ടത്തിൽ പ്രതികരണം ആവശ്യപ്പെടുന്നത്. അപ്പോഴും താങ്കൾ പ്രതികരിച്ചത് ഈ വാർത്ത ശരിയാവുകയാണെങ്കിൽ അത് കേരളത്തിലെ വളരെ നിർണായകമായ, വളരെ സ്വാഭാവികമായ ഒരു ദർശനമാണ്, പക്ഷെ നിർണായകമായ ഒരു വാർത്തയായി അത് മാറും എന്നാണ്. ആ വാർത്തയുടെ തുടർച്ചകൾ ഇതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശ്രീലങ്കൻ സ്വദേശി, അവർ ഭക്തയാണ്, അവർ ഗുരുസ്വാമിയോടൊപ്പം വ്രതം നോറ്റ് അയ്യപ്പനെ കണ്ട് സുഗമമായി മടങ്ങിയിരിക്കുന്നു തിരക്കുള്ള സന്നിധാനത്ത് നിന്നും. ജേക്കബ് ജോർജ്, തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ദിവസം നടന്നതിന്റെ കനകദുർഗയും ബിന്ദുവും പോയതിന്റെ ഒരു തുടർച്ച ആയിട്ട് തന്നെ വേണം കാണാൻ. ഒരു സാധാരണഗതിക്ക് ശ്രീലങ്കൻ യുവതി വരുന്നു, ശബരിമലയിൽ പോകുന്നു, ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറും. ചിലപ്പോ കുറച്ച് സമയം എടുത്തേക്കാം അതിന്. കാരണം ജനങ്ങളുടെ എതിർത്തു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവരുടെ മൈൻഡ് സെറ്റ് മാറണം, അവരുടെ ചിന്താഗതി, ശബരിമലയെ കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളും അവരുടെ ആചാരങ്ങളെ കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണകളും ഒക്കെ മാറാൻ ചിലപ്പോൾ സമയമെടുക്കും. പക്ഷേ അതിന്റെ മാറാത്ത ഒന്ന് അതിന്റെ പിന്നിലെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഇന്നലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആക്രമണം നടത്തിയതും ഒക്കെ. ഒരിക്കലും അത് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിന് നേതൃത്വം നൽകിയവരാവട്ടെ അതേക്കുറിച്ച് അക്ഷരം മിണ്ടുന്നുമില്ല. തീർച്ചയായിട്ടും അവർക്കും അതിനകത്തൊരു കുറ്റബോധം തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെ. ഇന്നിപ്പോൾ ഒരു ശ്രീലങ്കൻ യുവതി ശബരിമലയിൽ ഇറങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ കുറെ വിശ്വസിക്കാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം സ്വാഗതം ചെയ്യേണ്ടതാണ്, സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ശബരിമലയിലെ ഇപ്പോൾ ഇന്നും ഒരു പതിവ് പോലെ ഒരു ശുദ്ധി കലശം നടന്നേക്കും. അതൊക്കെ കുറെ കഴിയുമ്പോഴത്തേക്ക് അത് മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജേക്കബ് ജോർജ്, വളരെ വളരെ ചരിത്രപരമായ വസ്തുതകളും പാരമ്പര്യവും കൂടിയുള്ള ഒരു പുണ്യഭൂമിയാണ് ശബരിമല. നമുക്കറിയാം, മതേതരത്വത്തിന്റെ ആയാലും യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാത്തതിന്റെ പേരിൽ കാലാകാലങ്ങളായി ശബരിമലയ്ക്ക് വലിയ പ്രത്യേകത കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് എന്നത്. അവിടെ വളരെ ആസൂത്രിതമായി സംഘടിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ വരെ സംഘടിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമാണ് ഇതിനു പിന്നിൽ. പക്ഷേ ഇവിടെ നോക്കൂ, എത്ര സമാധാനപരമായിട്ടാണ് അവർ സുഗമമായി, ഇത്രയും തിരക്കിനിടയിലാണ്, വളരെ വലിയ ഭക്തജന കൂട്ടമാണ് സന്നിധാനത്തെ. ഈ വിഷ്വലുകളിൽ നിന്ന് നമുക്ക് ശ്രീകോവിലിനുള്ളിലെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങളിൽ ഒരാൾ പോലും അവർ അയ്യപ്പ ദർശനത്തിന്റെ തിരക്കിലാണ് എന്നല്ലാതെ ഇവരുടെ പ്രായം അന്വേഷിക്കാൻ വരുന്നില്ല, ഇവർ ഏത് നാട്ടുകാരിയാണെന്ന് ചോദിക്കാൻ വരുന്നില്ല, ഇവർ സ്ത്രീയാണോ പുരുഷനാണോ നോക്കാൻ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് കൗതുകകരമായ ഈ ദൃശ്യങ്ങൾ. ജേക്കബ് ജോർജ്, അതെ, യഥാർത്ഥത്തില് ഈ ജെന്യുവീൻ ആയിട്ടുള്ള ഭക്തർക്ക് ഒരിക്കലും അക്രമികളാവാൻ പറ്റില്ല, അക്രമം നടത്താൻ പറ്റില്ല. അതും ഒരു മത കേന്ദ്രത്തിന്റെ പേരിലെ ഒരു വിശ്വാസ
കേന്ദ്രത്തിന്റെ പേരിലെ ശബരിമല എന്ന് പറഞ്ഞാലേ ആർക്കും, വലിയവനും ചെറിയവനും പണക്കാർക്കും പാവപ്പെട്ടവനും ദരിദ്രനും ഒക്കെയും ചെല്ലാവുന്ന, വിവിധ ജാതി മത വിശ്വാസികൾക്ക് ചെല്ലാവുന്ന, ആശ്രയിക്കാവുന്ന, പ്രാർത്ഥിക്കാവുന്ന ഒരു വലിയ കേന്ദ്രമാണ് ശബരിമല. ഒരു മതേതര സ്വഭാവമുണ്ട്. അത് കേരളത്തിന്റെ അഭിമാനം തന്നെയാണ് ശബരിമല. അവിടെ അതിന്റെ പേരിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്നത് ഭക്തന്മാരല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ ആക്രമണം അഴിച്ചുവിട്ടവരുടെ മുഖത്തൊന്നും ഒരു ഭക്തിയില്ല, ഒരു വിശ്വാസത്തിന്റെയും ഒരു ആചാരത്തിന്റെയും ലാഞ്ചന പോലും അവരുടെ ഒന്നും മുഖത്തില്ല. അത് ആക്രമണം മാത്രം. അത് അക്രമികളാണ്. അക്രമികൾക്ക് ഇത്തരം ഭക്തിയുമായിട്ടോ മതസ്ഥാപനങ്ങളുമായിട്ടോ ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് പക്ഷേ അത് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് എന്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന്റെ പേരിൽ ആക്രമണം നടത്തുന്നതും വിശ്വാസത്തിന്റെ പേരിൽ അതും സ്ത്രീകളെ വിരട്ടി ഓടിക്കുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഒരിക്കലും സ്ത്രീകളോട് ഇങ്ങനെ ആക്രമണം കാണിക്കുന്ന ഒരു പതിവില്ല. ശബരിമലയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന സ്ത്രീകളെ അടിച്ചോടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അവിടുത്തെ പുതിയ വിശേഷം. അതാണ് ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമാവുന്നത്. വ്യക്തമാണ് ജേക്കബ് ജോർജ് ഈ ഘട്ടത്തിൽ താങ്കളുടെ പ്രതികരണം. ശബരിമല പോലെ ഒരു പുണ്യസ്ഥാനത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഗൂഢ നീക്കങ്ങൾ അത് ഏതൊക്കെ ഘട്ടത്തിൽ ഇല്ലാതിരിക്കുന്നു അവിടെ വളരെ സുഗമമായി ഭക്തിയോടുകൂടി എത്തുന്നവർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന നല്ല സാഹചര്യം സന്നിധാനത്തുണ്ട്. ഷീജ ഇപ്പോൾ തുടരുന്നുണ്ട്. ഷീജ, രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പ്രസക്തമായി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഒന്ന്, തന്ത്രി ഇന്നും ശുദ്ധികലശം നടത്തി നടയടക്കാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ടോ? രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ നമ്മൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ പീപ്പിൾ TV ക്രിയേറ്റ് ചെയ്ത ആർട്ടിഫിഷ്യലായ വിഷ്വലുകളാണ് ഇത് എന്ന പരക്കെ പ്രചരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ശ്രീകോവിൽ ലെഫ്റ്റ് എന്നെഴുതി ക്യാമറ നമ്പർ 19 എന്ന് കാണിക്കുന്ന ശ്രീകോവിലിനുള്ളിലെ ക്യാമറയിൽ നിന്നുള്ള നേരിട്ടുള്ള ദൃശ്യങ്ങൾ 10:46 എന്ന സമയവും വ്യക്തമാണ്. സ്വാഭാവികമായും ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചുകൂടെ വ്യക്തമായ ധാരണകൾ പങ്കുവയ്ക്കാമോ? തീർച്ചയായും ആനന്ദ്, ഏതായാലും ഇത് സംബന്ധിച്ച് ഇതുവരെയും തന്ത്രിയുടെ ഭാഗത്ത് നിന്നും ആനന്ദ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രനട അടയ്ക്കുന്നത് സംബന്ധിച്ച് അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. കാരണം ഇതുവരെയും ആരും ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്ത സ്ഥിരീകരിക്കുകയും മറ്റാരും നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കൊടുത്തിരുന്നു, ഇന്നിപ്പോൾ ദൃശ്യങ്ങൾ സഹിതമാണ് രാവിലെ കൊടുക്കുന്നത്. എന്നാൽ മറ്റാരും ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും ഇനി തന്ത്രിയുടെ നടപടി എന്തായിരിക്കും എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. കാരണം ഇന്നത്തെ ദിവസം തന്നെയാണ് തന്ത്രിയോട് വിശദീകരണം തേടാൻ വേണ്ടിയിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗവും ചേരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഏതായാലും തന്ത്രി അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം അത്തരത്തിലൊരു നടപടിയിലേക്ക് തന്ത്രി കടക്കുകയാണെങ്കിൽ വലിയ വിമർശനങ്ങൾ ഇനിയും ഉയരും എന്നുള്ളതിൽ സംശയമില്ല. അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനം, ഒപ്പം തന്നെ അത് വലിയൊരു നിയമപ്രശ്നം അദ്ദേഹത്തിനെ തന്നെ വരുത്തിവെക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം അദ്ദേഹം കൂടി ഈ കേസിൽ കക്ഷിയാണ്. സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധി അത് അദ്ദേഹത്തിന്റെ കൂടി വാദം കേട്ടതിന് ശേഷമാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ യുവതീ പ്രവേശനത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നടപ്പാക്കാൻ തന്ത്രി കൂടി ബാധ്യസ്ഥനാണ് എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ ശബരിമല ഇപ്പോൾ കാര്യങ്ങൾ അവരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത നൽകിയപ്പോൾ തന്നെ വലിയ ഒരു RSS BJP സംഘത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ തരത്തിലുള്ള ഭീഷണികളാണ് ഉയർന്നിരുന്നത്. കാരണം ഇത് നമ്മൾ ഈ വാർത്ത സൃഷ്ടിക്കുകയാണ്, ഇത്തരത്തിൽ വലിയ അനിഷ്ട സംഭവങ്ങളിലേക്കാണ് കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു വാർത്ത കൊണ്ട് നയിക്കുക, പ്രത്യേകിച്ചും വലിയ പ്രത്യാഘാതം നിങ്ങൾ നേരിടേണ്ടി വരും എന്ന തരത്തിലൊക്കെ വലിയ ഭീഷണികൾ തന്നെയാണ് നമുക്ക് നേരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് പീപ്പിൾ TV ക്രിയേറ്റ് ചെയ്ത ഒരു വാർത്തയല്ല, മറിച്ച് അതിന്റെ വസ്തുത സഹിതം അതിന്റെ ദൃശ്യങ്ങൾ സഹിതം തന്നെയാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് 18ാം പടിക്ക് താഴെ ആ രീതിയിൽ ഒന്നുമല്ല ദൃശ്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകോവിലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. സന്നിധാന അതായത് അയ്യപ്പ ദർശനം നടത്തുന്നതിന് തൊട്ട് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണിത്. ഗുരുസ്വാമിക്ക് ഒപ്പമാണ് ശശികല ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. തന്ത്രി ഉൾപ്പെടെയുള്ളവർ കടന്നുപോകുന്ന ഭാഗം തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഭാഗത്തൂടെ തന്നെയാണ് ശ്രീകോവിലൂടെ അവർ കടന്നു വരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനർത്ഥം അവർ ആ രീതിയിൽ ശ്രീകോവിലിൽ എത്തി അവിടെ സുഖമായി ദർശനം നടത്തിയതിനു ശേഷം 11 മണിയോടുകൂടി ക്ഷേത്രനട അടച്ചതിനു ശേഷം തന്നെയാണ് അവർ അവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ആനന്ദ്. ഷീജ, ഏതായാലും ഈ വാർത്തയിൽ ഒരു അസ്വാഭാവികതയുമില്ല. കാരണം ഒരു വിശ്വാസി
വിശ്വാസിയായ ആൾ സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി മടങ്ങുന്നത് വലിയ വാർത്തയാകേണ്ട സാഹചര്യമല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ യുവതികൾക്കോ വിശ്വാസികളോ അങ്ങനെ ഒന്നുമില്ല, യുവതികൾ എത്താൻ പാടില്ല, എത്തിയാൽ ക്രൂരമായി ആക്രമിക്കപ്പെടും എന്ന് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ആളുകൾ സന്നിധാനത്തും പമ്പയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അത്തരം അക്രമങ്ങളില്ലാതെ വളരെ സുഗമമായി അവർക്ക് അവിടെ എത്തി അയ്യപ്പനെ ദർശിച്ച് മടങ്ങാനുള്ള സുഗമമായ സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. ഷീജ നേരത്തെ സൂചിപ്പിച്ച വാക്കുകൾ വളരെ പ്രസക്തമാണ്. വലിയ നിലയിലുള്ള ഭീഷണി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബ്യൂറോയ്ക്കും നമ്മുടെ വാർത്താ സംവിധാനങ്ങൾക്കും നേരെ ഉണ്ടായതായുള്ള വാക്കുകൾ. യുവതി പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പുറത്തുവിടുന്നു എന്ന രീതിയിൽ വാർത്ത കൊണ്ടുപോകുന്നു. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഏത് നിലയിലാണ് അത്തരം ഭീഷണികൾ നമുക്ക് നേരെ ഉണ്ടായത് ഷീജ? തീർച്ചയായും നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസം ഒരു 11 മണിക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത നമ്മൾ അറിയുന്നത്. അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇത് ഉടൻ ക്രോസ് ചെക്ക് ചെയ്യുക തന്നെയാണ് ചെയ്തത്. എന്നാൽ നമുക്ക് ലഭിച്ച ഉന്നത വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചതും. അതിൽ അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ രീതിയിൽ അവിടെ എത്തിയിട്ടുള്ള ശ്രീലങ്കൻ യുവതി അവർ കുടുംബസമേതമാണ് എത്തിയത്. അവർ ക്ഷേത്ര ദർശനം നടത്തി 11 മണിയോടുകൂടി തന്നെയാണ് അവർ അവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് പൂർണ്ണമായി ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വാർത്ത നൽകുന്നത്. അത് നമ്മൾ നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ രീതിയിൽ വലിയ ഭീഷണി സന്ദേശങ്ങൾ വന്നു തുടങ്ങിയത്. കാരണം ഇത്തരത്തിൽ ഇതിന് എതിരായിട്ടുള്ള വാർത്ത ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഈ BJP RSS ചായ്വുള്ള ഒരു ചാനൽ അത് നൽകുന്നുണ്ടായിരുന്നു. അവർ തുടർച്ചയായി നൽകുന്നുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ അവർ ദർശനം നടത്തി എന്നുള്ള ഒരു വാർത്ത പുറത്തുവിടുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ രീതിയിൽ നിങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള ഭീഷണികളും ഉയരുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് ഒട്ടും ആശാസ്യമായിട്ടുള്ള നടപടിയല്ല നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. വലിയ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്ന തരത്തിലുള്ള ഭീഷണി സ്വരങ്ങൾ തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്നും ഉയർന്നത്. നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാധ്യമങ്ങൾക്ക് നേരെ വലിയ തരത്തിലുള്ള അക്രമ പരമ്പര തന്നെയാണ് ഈ BJP RSS നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ രീതിയിൽ ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടപ്പോൾ നമ്മൾക്ക് നേരെയും അത്തരത്തിലുള്ള ഭീഷണി സ്വരങ്ങൾ ഉയർന്നത്. ഏതായാലും നമ്മൾ നൽകിയത് നമ്മൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത വാർത്ത അല്ല, മറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കഴിഞ്ഞ ദിവസം രാത്രി 10:45-നും 11 മണിക്കും ഇടയ്ക്ക് ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിന്റെ സമയം അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയെത്തിയ ശശികല ദർശിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ വ്യക്തമായ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. 10:46-ന് അവർ അവിടെ ശ്രീകോവിലിന് സമീപം എത്തുന്നുണ്ട്. അതിനുശേഷം 11 മണിയോടുകൂടി തന്നെയാണ്, അതായത് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതിന് തൊട്ടു മുൻപായി തന്നെയാണ് അവർ ദർശനം നടത്തി അവിടെ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. അത് സാധൂകരിക്കുന്നത്, അത് ശരിവെക്കുന്നത് തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങൾ. ശ്രീകോവിലിന് സമീപത്ത് നിന്നുള്ള ക്യാമറ നമ്പർ 19-ൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ സമയം സഹിതം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10:46 അതാണ് അതിന്റെ കറക്റ്റ് സമയം. അതിലേക്കൂടെ അവർ കടന്നുപോകുന്ന സമയം. ആ രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ വാർത്ത നൽകിയിരിക്കുന്നത്. പീപ്പിൾ TV നൽകിയ വാർത്ത അത് ശരി തന്നെയാണ്. മറ്റൊരു യുവതി കൂടി കനകദുർഗയ്ക്കും ബിന്ദുവിനും ശേഷം ശ്രീലങ്കൻ സ്വദേശിയായിട്ടുള്ള ശശികല അവർ ഇപ്പോൾ ദർശനം നടത്തിയിരിക്കുന്നു. സുപ്രീം കോടതി വിധി ഓരോ ദിവസം കഴിയുന്തോറും നടപ്പാക്കിയത് ആദ്യ ദിവസം ഇവർ രണ്ടുപേരും ചേർന്നാണെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് ഈ രീതിയിൽ ശശികല അവിടേക്ക് എത്തുന്നത്. ഇനി കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് ഇത് കൂടുതൽ പ്രചോദനമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആനന്ദ്, ദേവദാസ് കൂടി ചേർന്നുണ്ട് ഇപ്പോൾ, രാഷ്ട്രീയ നിരീക്ഷകൻ. ദേവദാസ്, ബിന്ദുവിനും കനകദുർഗയ്ക്കും ശേഷം ഇതാ വ്രതം നോറ്റ് ഒരു യുവതി കൂടി അയ്യപ്പനെ ദർശിച്ച് സുഗമമായി തിരികെ മടങ്ങിയിരിക്കുന്നു. ഒരു പ്രശ്നങ്ങളുമില്ല. സന്നിധാനത്ത് നല്ല ഭക്തരുടെ തിരക്കുള്ള സമയത്താണ് അവർ സന്നിധാനത്തെത്തുന്നത്. സുഗമമായി ദർശനം നടത്തി പോകുന്നു. ഒരു ചെറിയ ശബ്ദത്തിന്റെ പോലും പ്രതിഷേധം അവർക്ക് ഏൽക്കേണ്ടിയും വരുന്നില്ല. ദേവദാസ്, ഇതാണ് പറയുന്നത്. എന്താ പറയാ, ചരിത്ര സംഭവം എന്ന് പറഞ്ഞാൽ ജാനുവരി 1-ന് 2019 തുടങ്ങി തന്നെ സ്ത്രീകൾ പുതു ചരിത്രം രചിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. ജാനുവരി 1-ന് ലോകത്തിനെ പോലും വിസ്മയിപ്പിച്ച വനിതാ മതൽ കേരളത്തിൽ തീർത്തു സ്ത്രീകൾ. 2-ാം തീയതി ആവുമ്പോഴേക്ക് കനകദുർഗയും ബിന്ദുവും ആ ഈ റൌഡി സേനകൾ, ഈ കർമ്മസമിതി എന്ന് പറയുന്ന ഈ ഹനുമാൻ സേന, മറ്റേ വാനരസേന എന്ന് പറഞ്ഞ കൊല്ലുന്ന സേനയുടെ ഒരു ഭാഗമായിട്ട് ഫ്രഞ്ച് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണ് ഈ കർമ്മസേന. അതിന് പന്തളം രാജാവും NSSന്റെ മന്നത്ത് നായരും മറ്റേതും എല്ലാം കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഫിനാൻസ് ചെയ്യുന്നതാണ് BJPയും രാഷ്ട്രീയ സേവന സംഘവുമെല്ലാം. ഈ റൌഡി സംഘങ്ങൾക്കെതിരെ ഈ ബിന്ദുവും കനകദുർഗയും ഡിസംബർ 24-ന് കയറുമ്പോൾ പട്ടികളെ പോലെ ഓടിച്ചു, കൊല്ലാൻ പോലും പോയി.
എന്നിട്ട് പോലും ഒരു തിരിച്ചു കയറാൻ കണ്ട ധൈര്യം അവർ കയറി എന്ന് കണ്ടപ്പോൾ ഇപ്പം നാഷണൽ വിട്ട് ഇതൊരു ശ്രീലങ്കൻ സ്വദേശി എന്ന് പറയുമ്പോൾ എല്ലാവിധ ലോകത്തിന് പോലും ധൈര്യം കൊടുത്ത് അവർ വന്ന് കയറാനുള്ള ധൈര്യവും ഊർജവും ഈ മതിലും ഈ കനകദുർഗയും ഈ ബിന്ദുവും ഈ സംസ്ഥാന സർക്കാരിന്റെ പോലീസും അവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം, ഇനി കൂടുതൽ പേര് ഇങ്ങോട്ട് എത്താം, ഈ റൗഡികളെ ഞങ്ങൾ കരുതണ്ട, എന്താ പറയാ, കറുത്ത മുണ്ടിട്ട റൗഡികൾ ഇതിലുണ്ട്. അതാണ് കർമ്മസമിതി ഫിനാൻസ് ചെയ്യുന്നത്. ആ കർമ്മസമിതിന്റെ ഫിനാൻസ് ഒന്നും അല്ല ഇവിടെ റൗഡിസം എല്ലാം ഞങ്ങൾ ഇതാക്കുന്നത്. ഞങ്ങൾ സർക്കാരിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അയ്യപ്പനിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വ്രതം നോറ്റ് അതിന്റെ മുകളിലെത്തിയത്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇന്നലെ അതിന്റെ ഒരു ഇത് കണ്ടു. തിരിച്ചു വരുമ്പോൾ അവർ പറഞ്ഞു എനിക്ക് സന്നിധാനത്ത് എത്താമല്ല, എന്താ പറയാ, അല്ലെങ്കിൽ അവരെ ജീവനോടെ വിടൂല. പെണ്ണുങ്ങളെ ഈ കേരളം മുഴുവൻ തെരഞ്ഞു പിടിച്ച് മാധ്യമ പ്രവർത്തകരെ, വനിതാ പ്രവർത്തകരെ പോലും നടുറോട്ടിലിട്ടിട്ടും തല്ലും കൊല്ലാൻ പോലും ശ്രമിക്കുന്നവർ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് അവർ ബ്യൂട്ടിഫുള്ളി രാത്രി പറഞ്ഞു ഞാൻ സന്നിധാനം വരെ എത്തി, ദർശനം നടത്താൻ പറ്റിയില്ല, അതുകൊണ്ട് വിട്ടു. അല്ലെ, നരഭോജികളായ കർമ്മസമിതിന്റെ ആൾക്കാർ രാഹുൽ ഈശ്വറിന്റെ മൂത്രമൊഴിച്ചും രക്തം വീഴ്ത്തിയിട്ടും നടപൂട്ടി അങ്ങനെ അശുദ്ധമാക്കി പൂട്ടാൻ പോകുന്ന ഈ കർമ്മസമിതിയുടെ ആൾക്കാരും ഈ പന്തളൻ രാജ ശശികുമാര വർമ്മയും NSS നേതാവും എല്ലാം കാണേണ്ടതാണ് ഇത്. ഇനിയെങ്കിലും കണ്ണു തുറന്ന് പഠിക്കൂ. ഇനി വനിതകൾ ഇങ്ങോട്ട് ഇത് കണ്ടെങ്കിലും എല്ലാ വനിതകളും, കോടതി വിധി പ്രകാരമുള്ള വനിതകൾ, സുപ്രീം കോടതി വിധി പ്രകാരമുള്ള വനിതകൾക്ക് മല ചവിട്ടാനുള്ള ആത്മവിശ്വാസമാണ് കനകദുർഗയും ഈ ബിന്ദുവും ഈ ശ്രീലങ്കൻ യുവതിയും. പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്, അവരെല്ലാം ഗോൾഡൻ ഈ ചരിത്രം രചിച്ചവരുടെ സ്വർണ്ണ ലിപികൾ എഴുതപ്പെടും. 100 കൊല്ലം കഴിഞ്ഞാൽ ഈ പേരുകളാണ് ഉണ്ടാവുക. അവരാണ് ആദ്യം, ഞങ്ങളാണ് ആദ്യം വന്നത് ഇത് എന്നുള്ളത്. 100 കൊല്ലം മുമ്പേ അങ്ങനെയെല്ലാം ഈ ചെയ്ത ഈ ചരിത്രത്തിന്റെ ഈ മൊയ്ന്തം പിള്ളേന്റെയും ആൾക്കാരെല്ലാം അന്നും ആ മൊയ്ന്തം പിള്ളേന്റെ ഗ്രാൻഡ് ഫാദേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഇതേപോലെ കൊല്ലാനും കൊല വിളിക്കാനും എത്രയോ കൊല്ലം ഈ മാറുമാറക്കാണ്ട് നിൽക്കാനും നോക്കാനും എല്ലാം ഈ പിള്ളമാർക്കും ഈ എല്ലാം ഈ കർമ്മസമിതിന്റെ ഫോഫാദേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ താവഴിയുള്ള ആൾക്കാരാണ് ഈ റൗഡിസം ചെയ്യുന്നത്. ഈ റൗഡിസം കേരളം വെച്ചു പൊറുപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉത്തരമാണ്. അതിനുള്ള ഉത്തരവും കൂടി ഇന്നലെ ഹർത്താൽ നടത്തി കൊള്ളയടിക്കുകയും പെണ്ണുങ്ങളെ പിടിക്കുകയും എല്ലാം ചെയ്തവർക്ക് എടപ്പാളിൽ അടിച്ചു ഓടിച്ചു. മിഠായിത്തെരുവ് വ്യാപാരികൾ തുറന്ന് ധൈര്യം കാണിച്ചു. ഇന്ന് ഇതും കൂടി കാണണം. ചരിത്രങ്ങൾ ഓരോ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുന്നു. 2019 തുടങ്ങിയത് മുതൽ വനിതാ മതം മുതൽ 2-ാം തീയതി കനകദുർഗ ബിന്ദു, 3-ാം തീയതി എടപ്പാളിൽ നിന്ന് ഹർത്താൽ മിഠായിത്തെരുവിലെ വ്യാപാരി അടിച്ചോടിച്ചു ഈ ഹർത്താൽ ഈ റൗഡികളെ. റൗഡി സേവന സംഘ് കേരളത്തിലെത്തുമ്പോൾ റൗഡി രാഷ്ട്രീയ സേവാ സംഘ്, കേരളത്തിലെത്തുമ്പോൾ റൗഡി സേവന സംഘങ്ങൾ ആയിക്കൊണ്ട് മാറുന്നതിന് അടിച്ചോടിക്കും. 4-ാം തീയതി ഇന്ന് പുലരുമ്പോൾ ശരി ദേവദാസ്, ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഗീവർഗീസ് കൂടി ചേരുന്നുണ്ട്. ഗീവർഗീസ്, ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ആദ്യം ഈ വാർത്ത പുറത്തുവിടുന്നത് പീപ്പിൾ TV-യാണ്. ഇന്നലെ തന്നെ കൂടുതൽ സ്ഥിരീകരണത്തോടുകൂടി തന്നെയാണ് ഈ വാർത്ത പ്രേക്ഷകരുമായും സമൂഹവുമായും പങ്കുവച്ചത്. ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൂടി സന്നിധാനത്ത് നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? ഇന്നും ശുദ്ധിക്രിയ നടത്താനും നടയടയ്ക്കാനുമുള്ള പരിപാടിയിലേക്ക് തന്ത്രി പോകാനുള്ള സാധ്യതകൾ ഉണ്ടോ ഗീവർഗീസ്? ആദ്യം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പൊതുവെ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. 50 വയസ്സുകാരിയാണ് ആദ്യം മല കയറുന്നത് എന്നാണ് ആദ്യം വിവരം പുറത്തു വന്നത്. ഇതിനുശേഷം അത് 50 വയസ്സിൽ താഴെയുള്ള യുവതിയാണ്, അത് ശ്രീലങ്കൻ യുവതിയാണ്, 47 വയസ്സുള്ള ശശികലയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇവരോടൊപ്പം തന്നെ ഒരു കുട്ടിയും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇതിനുശേഷം പിന്നീട് ഇവരെക്കുറിച്ച് വാർത്തകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിരുന്നില്ല. ഇത് പൊതുവെ ഇവിടെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയുണ്ടായി. ഇതിനുശേഷമാണ് 9:36 ഇവർ സന്നിധാനത്തെത്തുകയും തുടർന്ന് 10:46 ദർശനം നടത്തി തിരിച്ചിറങ്ങുകയും ചെയ്തതായിട്ട് വിവരങ്ങൾ ലഭിക്കുകയുണ്ടായത്. എന്ത് തന്നെയാലും ചരിത്രപരമായ വിധിയുടെ തനി ആവർത്തനം വീണ്ടും സംഭവിച്ചിരിക്കുന്നുവെന്ന് തന്നെ പറയാം. കനകദുർഗയ്ക്കും ബിന്ദുവിനും ശേഷം വീണ്ടും ഒരു മൂന്നാമതൊരു യുവതി കൂടി ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുന്നു, ദർശനം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ പോലീസ് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. യുവതി ശ്രീലങ്കക്കാരിയായിട്ടുള്ള 47 വയസ്സുകാരിയ ശശികല ഇപ്പോൾ ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് സന്നിധാനത്തെ കൂടുതൽ വിശേഷങ്ങളും പ്രതികരണങ്ങളും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഡോക്ടർ TN സീമ കൂടി നമ്മളോടൊപ്പം ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി ടെലിഫോണിൽ ചേരുന്നുണ്ട്.
ഡോക്ടർ ടി എൻ സീമ, താങ്കൾ ഞങ്ങൾ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും വ്യക്തതയ്ക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്, ഇന്നലെ രാത്രി 10:46 സന്നിധാനത്ത് മറ്റൊരു യുവതിയും അയ്യപ്പ ദർശനം നടത്തി മടങ്ങി. വ്രതം നോറ്റ് എത്തിയ അയ്യപ്പ വിശ്വാസിയാണ് അവർ. ഗുരുസ്വാമിയോടൊപ്പമാണ് അവർ സന്നിധാനത്ത് എത്തിയത്. ശ്രീകോവിലിനുള്ളിലെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇതിനുള്ളിൽ ടി എൻ സീമ, താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, വലിയ ഭക്തജന തിരക്കുള്ള സമയത്താണ് അവരോട് എത്തുന്നത്. പക്ഷേ അവരുടെ പ്രായം അന്വേഷിക്കാനോ അവർ പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ പരിശോധിക്കാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല. എല്ലാവരും അയ്യപ്പ ദർശനത്തിന്റെ തിരക്കിൽ മാത്രം മുഴുകിയിരിക്കുന്നു. സീമ, ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം സുപ്രീം കോടതി വിധി സ്ത്രീകൾക്ക്, യുവതികൾക്ക് പ്രവേശിക്കാനുള്ള വിവേചനത്തിനെതിരായിട്ടുള്ള ഒരു ഭരണഘടനാ അവകാശം നൽകലാണ് ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം കനകദുർഗയും ബിന്ദുവും കയറിയ സമയത്ത് അവര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അവിടെ ധാരാളം ഭക്തരുണ്ടായിരുന്നു, അവരുടെ ഭാഗത്തൊന്നും ഒരു എതിർപ്പും അവർക്കുണ്ടായില്ല. ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്നതിനകത്ത് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ അവിടെ കയറുന്നതിനെതിരായിട്ട് നിൽക്കുന്നത് ഭക്തരല്ല, മറിച്ച് ഈ BJPയും മറ്റും വളരെ ബോധപൂർവം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സംഘപരിവാറിന്റെ ആളുകളാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരി കയറിയിട്ടും അവിടെ അത്തരത്തിലൊരു പ്രതികരണം ഭക്തരുടെ ഭാഗത്തു നിന്ന് ഇല്ലാതിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കനകദുർഗയും ബിന്ദുവും കയറിയ സമയത്ത് അവര് CPM-കാർ ഇറക്കി വിട്ടവരാണെന്ന്, അല്ലെങ്കിൽ മാവോയിസ്റ്റുകളാണ്, ആക്ടിവിസ്റ്റുകളാണ് എന്നൊക്കെ നിലയിൽ വലിയ ആക്ഷേപമാണ് അവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. വളരെ ഭക്തിയായിട്ടുള്ള ഈ അയ്യപ്പ ദർശനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ഭക്തകളായ സ്ത്രീകളുണ്ടാകും. അവരെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരം എന്ന നിലയിലാണ് അവർ ഈ നിലയിലേക്ക്, ശബരിമലയിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയും തുടരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആചാരങ്ങൾ ഇങ്ങനെ തന്നെയാണ് ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. 1-2 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇതിന്റെ എതിർപ്പും കാര്യങ്ങളും ഉണ്ടാകും. അതിനുശേഷം വിവേകമുള്ള ആളുകൾ, മാറ്റത്തെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് തന്നെയാണ് കേരളത്തിന്റെ മനസ്സ്. ആ നിലയിൽ വിവേകപൂർവ്വം ചിന്തിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ശബരിമലയിൽ ഒരു മാറ്റത്തിന്, യുവതികൾക്കടക്കം പ്രവേശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ശബരിമലയെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മാറ്റുന്നൊരു സമയം ഉണ്ടാകും. അതിന്റെ തുടക്കം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ടി എൻ സീമ, ഈ വാർത്ത ആദ്യഘട്ടത്തിൽ പൊതുസമൂഹവുമായി സംവദിക്കുന്നത് പീപ്പിൾ TV ആണ്. വലിയ നിലയിലുള്ള ഭീഷണിയാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലരും വരെ വാർത്താ സംവിധാനത്തിനെതിരെ ഉണ്ടായത്. വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഇത്തരം വാർത്തകൾ സമൂഹവുമായി പങ്കുവച്ചാൽ എന്നാണ് ഇവിടെ ഭീഷണി മുഴക്കുന്ന പല ആളുകളും സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പീപ്പിൾ TV സ്ഥിരീകരിച്ച ഈ വാർത്ത മറ്റു മാധ്യമങ്ങൾ കൂടി ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് താങ്കളോട് ഈ ഘട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വനിതാ മതിലുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വന്നിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് വളരെയധികം നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഇന്നലെ തന്നെ കാണാൻ കഴിഞ്ഞത് തെരഞ്ഞുപിടിച്ച മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു രീതി കേരളത്തിൽ ഇന്നേ ഇല്ലാത്ത തരത്തിലുള്ള ആസൂത്രിതമായ ആക്രമണങ്ങൾ. ഇപ്പോ കൈരളിയുടെ ക്യാമറ വുമൺ ആയിട്ടുള്ള ഷാജിലിക്ക് നേരെ നടന്നതായാലും മറ്റ് ചാനലുകളുടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടന്നതുമൊക്കെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണം തന്നെയാണ്. അപ്പൊ ആ നിലയിൽ മാധ്യമ പ്രവർത്തനത്തിന്, മാധ്യമധർമ്മത്തിന് തന്നെ തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ, പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ ജനാധിപത്യ വിരുദ്ധവും ഇന്നേവരെ കാണാൻ പറ്റാത്ത തരത്തിലുള്ള മര്യാദകേടുമാണ് സംഘപരിവാറിന്റെ, BJPയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ മുഴുവൻ ഈ നാട് അഭിവാദ്യം ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ സത്യം കാണിച്ചു തരുന്ന കണ്ണുകളായിട്ട് കേരളത്തിന്റെ മാധ്യമങ്ങൾ മാറുന്നു. പീപ്പിൾ ചാനൽ ഇതിനുവേണ്ടി എടുത്തിട്ടുള്ള പരിശ്രമത്തെ അങ്ങേറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക്, മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയും അഭിമാനമുണ്ട്. നന്ദി. ഈ ഘട്ടത്തിൽ തീർച്ചയായും ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ തന്നെയാണ്. പീപ്പിൾ TV ആ നിലയിൽ തന്നെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇക്കാര്യത്തിൽ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള ചാഞ്ചാട്ടമോ ഇല്ലാതെ തന്നെ കൃത്യമായി സമൂഹത്തിനൊപ്പം പീപ്പിൾ TV വാർത്തകളുമായി സഞ്ചരിക്കുകയാണ്. വലിയ ഭീഷണികളും കനത്ത വെല്ലുവിളികളുമാണ് പല ഇടങ്ങളിൽ നിന്ന് വാർത്താ സംഘത്തിന് നേരെ ഉണ്ടാകുന്നത്. ഇത്തരം യാഥാർത്ഥ്യമുള്ള വാർത്തകൾ പൊതുസമൂഹവുമായി പങ്കുവയ്ക്കുന്നതിനെ പോലും വിലക്കുകയാണ്. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പീപ്പിൾ വാർത്താ സംഘത്തിന് നേരെ വെല്ലുവിളികളും ഭീഷണിയും ഉയർന്നു. ഇപ്പോൾ ഷീജ തുടരുന്നുണ്ട്. ഷീജ, ആ വിഷയം തന്നെയാണ് കൂടുതൽ ശ്രദ്ധേയമായി പരിശോധിക്കപ്പെടേണ്ടത്. ശ്രീകോവിലിനുള്ളിലെ 19-ാം നമ്പർ ക്യാമറ 10:46 നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ സെക്കൻഡുകൾ അടക്കം കൃത്യമായ സമയം ശ്രീകോവിലിനുള്ളിലെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ മറ്റ് വാർത്താ മാധ്യമങ്ങൾ കൂടി ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം. ഷീജ,
തീർച്ചയായും ആനന്ദ്, ഇന്നലെ നമ്മൾ ഈ വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിക്കുമ്പോൾ ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. മറിച്ച് എല്ലാവരും ഇത് ഇത്തരത്തിൽ ഒരു വാർത്ത നമ്മൾ നൽകിയതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ ഈ വാർത്ത നൽകിയതാകട്ടെ കൃത്യമായ രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വാർത്ത നൽകിയത്. ആ വാർത്ത പീപ്പിൾ TV നൽകിയ വാർത്ത കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് ശേഷമാണ് നമ്മൾ ഈ രീതിയിൽ ശ്രീലങ്കൻ സ്വദേശിയായിട്ടുള്ള ശശികല അവിടെ ദർശനം നടത്തി എന്നുള്ള വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്. അതിനുശേഷം ഈ വാർത്ത ആരും എടുക്കാൻ തയ്യാറായിരുന്നില്ല. ആരും ഇത് ഇത്തരത്തിലൊരു വാർത്ത സ്ഥിരീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ട ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മറ്റു മാധ്യമങ്ങൾ കൂടി ഈ ഒരു വാർത്ത ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കനകദുർഗയ്ക്കും ബിന്ദുവിനും ശേഷം അവർ ജനുവരി 2-ാം തീയതിയാണ് ശബരിമലയിൽ എത്തി ദർശനം നടത്തുന്നതെങ്കിൽ 3-ാം തീയതി രാത്രി 10:45 അതായത് 9:30യോടുകൂടി അവർ സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നു. നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ശ്രീകോവിലിലെ ദൃശ്യങ്ങൾ തന്നെയാണ്. അതിൽ ശ്രീകോവിലിലെ 19-ാം നമ്പർ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ 10:45 10:46 അവർ അവിടെ എത്തുന്നു, ദർശനം നടത്തുന്നു. 11 മണിക്ക് നട അടയ്ക്കുന്നതിന് തൊട്ടു മുൻപായി ദർശനം നടത്തി നട അടച്ചതിനു ശേഷമാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമ്മളുടെ വാർത്ത ശരിവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ആ രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്ത അല്ല നമ്മൾ നൽകിയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നിന്നും മറ്റൊരു കാര്യം വലിയ പ്രസക്തമായുള്ളൊരു ദൃശ്യം കൂടിയാണ്. കാരണം ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇവർക്ക് നേരെ ഉണ്ടാകുന്നില്ല. സന്നിധാനത്ത് അവിടെ അയ്യപ്പനെ ദർശിക്കുന്നതിന് തൊട്ടു മുൻപായുള്ള ദൃശ്യങ്ങളാണ്. ശ്രീകോവിലിൽ നിന്നുള്ള ഒരു തരത്തിലും ഒരു ഭക്തന്റെയും ഭാഗത്ത് നിന്ന് ഇവർക്കെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിന്റെ അർത്ഥം ഈ രീതിയിൽ BJP സംഘപരിവാർ സംഘടനകൾക്കല്ലാതെ മറ്റു ഒരു ഭക്തർ എന്നുള്ള ഒരു വിഭാഗത്തിന് ഇവർക്കെതിരെ ഇത്തരത്തിൽ സ്ത്രീകൾ അവിടെ എത്തുന്നതിനോട് ഒരു തരത്തിലുള്ള വിയോജിപ്പും ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ആനന്ദ്, ഏതായാലും ഷീജ, തീർച്ചയായും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്തും ഇവിടെ സന്നിധാനത്തേക്ക് യുവതികൾക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് തെളിയിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ കൂടി. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ഒരു സാധ്യത കൂടി പരിഗണിച്ചായിരിക്കണം ബിന്ദുവും കനകദുർഗയും പുലർച്ചെ ശബരിമലയിലേക്ക് എത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഇവർ എത്തുന്നത് രാത്രിയാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഈ വിധി വരുന്ന പശ്ചാത്തലത്തിൽ പമ്പ, ഇലവുങ്കൽ, നിലയ്ക്കൽ അടക്കമുള്ള അനുബന്ധ പ്രദേശങ്ങളിലെല്ലാം വലിയ അക്രമി സംഘങ്ങൾ തമ്പടിച്ചിരുന്നു. വലിയ അക്രമങ്ങൾ ആസൂത്രിതമായി ഇവർ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരം കേന്ദ്രീകരണങ്ങളും അത്തരം വാർത്തകൾ കൈമാറിക്കൊണ്ട് ആസൂത്രിതമായി സംഘടിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത് വലിയ പരസ്യപ്പെടുത്തലുകളില്ലാതെ വളരെ സുഗമമായി സാധാരണ ഭക്തരോട് ഒപ്പം ഇവർ സന്നിധാനത്തേക്ക് എത്തുന്നത് കൊണ്ടല്ലേ? തീർച്ചയായും അത് നിർണായകമായ കാര്യം തന്നെയാണ് ആനന്ദ്. കാരണം നമുക്കറിയാം കനകദുർഗയും ബിന്ദുവും ഇവിടെ എത്തുന്നത് ആ രീതിയിൽ ആദ്യം അവർ എത്തുന്നത് ഡിസംബർ 24-ാം തീയതിയായിരുന്നു. അന്ന് ഈ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു. അവർക്ക് അവിടെ നിന്നും മടങ്ങേണ്ടി വരുന്നു. പിന്നീട് അവർ മടങ്ങി എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്നവർ എത്തും എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരുന്നില്ല. വാർത്താ മാധ്യമങ്ങളിലൂടെ ആ രീതിയിൽ ഒരു സൂചനയും അവർ നൽകിയതുമില്ല. അതിനുശേഷമാണ് അവർ ജനുവരി 2-ാം തീയതി പുലർച്ചെ 1:30യോടുകൂടി പമ്പയിലെത്തുന്നു. അവിടെ സുരക്ഷ ആവശ്യപ്പെടുന്നു. പോലീസ് സുരക്ഷയോടുകൂടി തന്നെ അവർ സന്നിധാനത്തേക്ക് എത്തുന്നു. അവിടെ കൃത്യം 3:30യോടുകൂടി ദർശനം നടത്തുന്നു. 15 മിനിറ്റ് ദർശനം നടത്തി ചെലവഴിച്ചതിനു ശേഷം അവിടെ നിന്നും മടങ്ങുന്നു. അവിടെയുള്ള ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവരാൽ ഉണ്ടാകുന്നില്ല. അവരെ കണ്ടതിനുള്ള ഒരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയരുന്നില്ല. ഇത് വ്യക്തമാക്കുന്നത് അവിടെ ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇത്തരത്തിൽ സ്ത്രീകൾ അവിടെ എത്തുന്നതിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് തൊട്ടടുത്ത ദിവസം 3-ാം തീയതിയും നമുക്ക് കാണാൻ സാധിച്ചത്. ഈ രീതിയിൽ ശശികല എത്തുന്നത് സംബന്ധിച്ചൊരു വാർത്ത ഒരു തരത്തിലും പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ശശികല അവിടെ സന്നിധാനത്ത് എത്തിയപ്പോൾ പോലും ഇത്തരത്തിലൊരു വാർത്ത പുറം ലോകം അറിഞ്ഞിരുന്നില്ല. 9:30യോടുകൂടി ആരംഭിക്കുന്ന ഇവരുടെ യാത്ര 10 മണിക്ക് ശേഷം അവർ അവിടെ 10:30യോടുകൂടി സന്നിധാനത്തെത്തി 10:45 അവർ ദർശനത്തിന് തൊട്ടു മുൻപായുള്ള ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നു. 11 മണിയോടുകൂടി ദർശനം നടത്തി അവർ അവിടെ നിന്നും മടങ്ങുന്നു. മടങ്ങി തിരികെ ഇറങ്ങുമ്പോൾ ആണ് ഇത്തരത്തിൽ ശശികല ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത പോലും പുറത്തു വരുന്നത്. ആ സമയം മാത്രമാണ് ചിലർ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്ന ചിലർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. പഴയതുപോലെ ആ രീതിയിൽ പോലീസ് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തുന്നത് കൊണ്ട് തന്നെ പഴയതുപോലെ അവർക്ക് അവിടെ തമ്പടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിർണായകമായ മറ്റൊരു വിവരം. അതുകൊണ്ട് തന്നെയാണ് സന്നിധാനം തീർത്തും ശാന്തമായിരുന്നത്. താഴെയാണ് ഇവരിൽ പലരും ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച്
നിൽക്കുന്നത്. ആ രീതിയിൽ മാത്രമാണ് വാർത്ത പുറത്തു വരുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ രീതിയിൽ വാർത്തകൾ നൽകി അവിടേക്ക് എത്തുന്നത് അവിടെ കൂടുതൽ പ്രതിഷേധക്കാരെ എത്തിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ദർശനം നടത്തണമെന്ന് തോന്നുമ്പോൾ അവിടെ എത്തുക, അവിടെ എത്തുന്നവർക്ക് ആവശ്യമായ സുരക്ഷ പോലീസ് നൽകും എന്നുള്ളത് തന്നെയാണ് സർക്കാർ നിലപാട്. അത് തുടരും എന്ന് തന്നെയാണ് സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ആനന്ദ്, ഏതായാലും ശ്രീലങ്കൻ സ്വദേശിയായ യുവതി ശശികല സന്നിധാനത്ത് ദർശനം നടത്തിയിരിക്കുന്നു. പീപ്പിൾ ആണ് ആദ്യഘട്ടത്തിൽ ഈ വാർത്ത സമൂഹവുമായി സംവദിക്കുന്നത്. അതിന്റെ സ്ഥിരീകരിക്കുന്ന ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളും നമ്മൾ ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടു. ഗുരുസ്വാമിയോടൊപ്പം വ്രതം നൂറ്റാണ് താൻ സന്നിധാനത്തെത്തിയത് എന്ന് അവർ തന്നെ പ്രതികരിക്കുക ഉണ്ടായി. പക്ഷെ അവർ ഒരു ഘട്ടത്തിൽ ഷീജയോട് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്, അവർ ഒരു തരത്തിലും പല നിലയിലാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉണ്ടായത്. കാരണം സന്നിധാനത്ത് ഇപ്പോൾ എത്താൻ തയ്യാറാകുന്ന യുവതികൾ എല്ലാവരും വാർത്താ പ്രാധാന്യം ആഗ്രഹിക്കുന്നവരാണ് എന്ന നിലയിൽ ഒരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ ഈ യുവതി അത്തരം വാർത്താ പ്രാധാന്യം ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമായിരുന്നില്ലേ, അവർക്ക് ആ ഭയവും ഉണ്ടായിരുന്നില്ലേ ഷീജ? തീർച്ചയായും അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നത് അയ്യപ്പനെ ദർശിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം ആ രീതിയിൽ കൃത്യമായി വ്രതമെടുത്തുകൊണ്ട് തന്നെയാണ് താൻ അവിടെ എത്തിയത് എന്ന് തന്നെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്.